ഹലോ നമസ്കാരം, ഞാൻ ശ്രീദേവി. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്നായിരിക്കും. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ തമ്പനയിൽ കണ്ട പോലെ തന്നെ ഒരു ചെറിയൊരു റൂം മേക്ക് ഓവറാണ്. നമ്മുടെ വീട്ടിൽ 3 ബെഡ്റൂമാണ് കേട്ടോ ഉള്ളത്. 3 റൂമിൽ നമ്മൾ 2 റൂം, ഒരെണ്ണം മാസ്റ്റർ ബെഡ്റൂമായിട്ട് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്, രണ്ടാമത്തെ റൂം പിള്ളേരുടെ റൂമായിട്ടും, മൂന്നാമത്തെ റൂമാണ് ഇത്. ഇവിടെ എന്ത് റൂമാണെന്ന് അതിന് കുറേ പേരുണ്ട്. നമുക്ക് പ്ലേ റൂം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പിള്ളേരുടെ ടോയ്സും കാര്യങ്ങളെല്ലാം ഈ റൂമിലാണ്. ഇവിടെ എന്നെ കളിക്കാൻ പാടുള്ളൂ. താഴെ കൊണ്ടുവന്നാലും അത് അപ്പം തന്നെ കൊണ്ടുപോയി മുകളിൽ വെക്കണം, ഈ റൂമിൽ കൊണ്ടുപോയി വെക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സെറ്റ് ചെയ്തേക്കുന്നതും ഈ റൂമിലാണ്. കമ്പ്യൂട്ടർ റൂമെന്നും വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ തുണി വിരിച്ചിടുന്ന സ്ഥലം കൂടിയും അതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു റൂമിനെ നമ്മളൊരു ചെറിയ മേക്ക് ഓവർ, ചെറുതല്ല കുറച്ച് വലിയ മേക്ക് ഓവർ തന്നെ കൊടുക്കാൻ പോവാണ്. അപ്പം നമ്മൾ ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ട് ഈ റൂമിൽ നിന്ന് സകല സാധനങ്ങളും എടുത്ത് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ ടോയ്സും കാര്യങ്ങളെല്ലാം നമ്മളൊരു വഴി കൂടെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. എല്ലാവരും കൂടി ഒത്തുപിടിക്കുകയാണ്. നമ്മൾ 4 പേരും കൂടി എല്ലാം സെറ്റാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനിടയിൽ ഈ ടേബിളും കൂടി ഒന്ന് മാറ്റണം. അപ്പോൾ ആ ഡ്രോയർ എടുക്കാൻ പറ്റുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഡ്രോയർ ഊരാൻ പറ്റുന്നില്ല കേട്ടോ. അത് ഫിക്സ്ഡ് ആയിരുന്നു. അപ്പോൾ പിന്നെ ബുക്കെല്ലാം ഒന്ന് മാറ്റി, കാരണം അത്രയും വെയിറ്റ് കുറയാൻ വേണ്ടിയിട്ട്. അതിനുശേഷം പിന്നെ ആ ടേബിൾ മാറ്റാമെന്ന് വെച്ചു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ടേബിളിൻ്റെ ബാക്കിലൊന്നും എപ്പോഴും തുടക്കലൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ വെച്ച് അടുത്ത റൂമിലോട്ട് പോയി അവിടെ പൊടിയാക്കുന്നതിന് മുന്നേ തന്നെ തുടച്ചിട്ട് മാറ്റാമെന്ന് വിചാരിച്ചതൊക്കെ തുടച്ച് മാറ്റി. അതിനുശേഷം എന്താ ഫൈനലി നമ്മുടെ ആ റൂം മുഴുവൻ കാലിയായതിനു ശേഷം നമ്മൾ അവിടെ നിന്ന് വാക്യൂം ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ മറ്റേ 2 റൂമിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഫുള്ളായിട്ടുണ്ട്, മെസ്സായിട്ടുണ്ട്, ക്ലട്ടറായിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും കൊണ്ട് ഇങ്ങനെ ഡംപ് ചെയ്യുകയാണ് ചെയ്തത്. ബുക്സും കാര്യങ്ങളെല്ലാം ബെഡിൽ കൊണ്ടുപോയിട്ടു, കമ്പ്യൂട്ടറും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൊണ്ട് അവിടെ ഇവിടെയൊക്കെ മൊത്തത്തിൽ വലിച്ചു വരിയിട്ടേക്കാണ്. ഒരറ്റത്തുനിന്ന് മുഴുവനായിട്ട് നമുക്കിനി തുടങ്ങേണ്ട ഒരു സിറ്റുവേഷനാണ് ആക്ച്വലി. അപ്പോൾ സച്ചും അതുപോലെ തന്നെ ഓരോന്നോരോന്ന് കാണാത്ത സാധനങ്ങളൊക്കെ കുറേയൊക്കെ ഇങ്ങനെ വൃത്തിയാക്കുമ്പോൾ നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെയൊക്കെ കിട്ടിയ ഓരോന്നൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എന്താ പറയുക, നമ്മൾ ആ റൂം മുഴുവൻ കാലിയാക്കി നമ്മൾ വാക്യൂം ക്ലീൻ ഒക്കെ ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഫോട്ടോ ഫ്രെയിം ഒക്കെ അവിടെ തൂക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്നെടുത്ത് തുടച്ചെല്ലാം വൃത്തിയാക്കി വെച്ചു. അതുപോലെ തന്നെ നമ്മുടെ ആ ഇങ്ങനെ അരികുകളുണ്ടാവുമല്ലോ, അരികുകളിലെല്ലാം ഇങ്ങനെ പൊടിയിരിപ്പുണ്ടായിരുന്നു. അവിടെയൊക്കെ ഇങ്ങനെ ടോയ്സ് ഇങ്ങനെ ബാർബി ഹൗസ് അവിടെ സെറ്റ് ചെയ്തേക്കായിരുന്നേ. അപ്പോൾ അവിടെ എപ്പോഴും നമുക്ക് എടുത്ത് മാറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ പൊടിയിരിപ്പുണ്ടായിരുന്നു. അതൊക്കെ ഡുണ്ടു വന്ന് തുടച്ച് സെറ്റാക്കി. അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ അവിടെ ഒരു ബെഡ് വാങ്ങിയിടാനുള്ള പരിപാടിയാണ്. ബങ്ക് ബെഡാണ് കേട്ടോ നമ്മൾ വാങ്ങിയിടുന്നത്. അപ്പോൾ നമ്മളത് മാർക്കറ്റ് പ്ലേസിലാണ് നോക്കിയത്. നമ്മൾ പുതിയതായിട്ടല്ല കേട്ടോ മേടിച്ചത്, മാർക്കറ്റ് പ്ലേസിലാണ് നോക്കിയത്. അപ്പോൾ മാർക്കറ്റ് പ്ലേസിൽ നോക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കളക്ട് ചെയ്യാൻ പോകണമായിരുന്നു. അപ്പോൾ കളക്ട് ചെയ്യാൻ പോകാനായിട്ട് രാമു വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ ഹെൽപ്പിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ വണ്ടിയിൽ മാത്രമായിട്ടാണെങ്കിൽ 2 ട്രിപ്പ് അടിക്കാമെന്നൊക്കെ ആദ്യം വിചാരിച്ചു എന്നുണ്ടെങ്കിലും പോയി കഴിഞ്ഞപ്പോൾ മനസ്സിലായി 2 ട്രിപ്പ് അടിച്ചാലും കാര്യം ഉണ്ടായിരുന്നില്ല. കാരണം കുറച്ച് നീളമുള്ള സാധനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് നമ്മുടെ വണ്ടിയിൽ കയറില്ലായിരുന്നു. അപ്പോൾ രാമു വന്നുകൊണ്ട് അങ്ങനെ ഒറ്റ ട്രിപ്പിൽ തന്നെ നീളമുള്ളതെല്ലാം രാമുവിൻ്റെ വണ്ടിയിലും നമ്മുടെ വണ്ടിയിലും മാട്രസും കാര്യങ്ങളൊക്കെ വെച്ച് അങ്ങനെ സെറ്റ് ചെയ്ത് സാധനം കൊണ്ടുവന്നു കേട്ടോ. അപ്പം ഈ കൂട്ടത്തിൽ ഞാൻ പ്രത്യേകമായിട്ട് രാമുവിൻ്റെ താങ്ക് യു പറയുകയാണ്, രാമുവിൻ്റെ ഹെൽപ്പ് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ കേട്ടോ. അപ്പോൾ ആ സാധനങ്ങളെല്ലാം നമ്മൾ ഇറക്കി. നമുക്ക് ബെഡ് ഫ്രെയിമും അതുപോലെ തന്നെ മാട്രസും 2 എണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു റൂം മേക്ക് ഓവർ നമ്മൾ ആക്ച്വലി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ഇന്ന് ചെയ്യുന്ന നമ്മൾ ഒട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ പെട്ടെന്നായിരുന്നു ഇത് പ്ലാനും വന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ കുറച്ചും കൂടി കഴിയുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഇത് രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ കുറേ ഇങ്ങനെ നോക്കിയപ്പം പുതിയതും എല്ലാം ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല റേറ്റ്, അപ്പോൾ ബങ്ക് ബെഡ് ആയിരുന്നു നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബങ്ക് ബെഡ് ആകുമ്പോൾ ഇത് അത്ര വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് കുറച്ച് ആൾ കഴിയുമ്പോൾ പിള്ളേർക്ക് അതൊക്കെ മടുത്തു തുടങ്ങും, ബങ്ക് ബെഡ് വേണ്ടെന്ന് പറയും. അപ്പോൾ നമ്മൾ ഇത്രയും കാശും കൊടുത്ത് നമ്മൾ വാങ്ങുമ്പോൾ അത് അത്രയും വേണോ എന്നുള്ളൊരു മൈൻഡായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മാർക്കറ്റ് പ്ലേസ് നോക്കിയപ്പോൾ മാർക്കറ്റ് പ്ലേസിൽ വിലയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഇല്ലെന്നൊന്നുമല്ല. എന്നാലും അത്യാവശ്യം തിരക്കായിട്ടില്ലാത്ത വലിയ സ്ക്രാച്ചും കാര്യങ്ങളൊന്നും കേടുപാടുകളൊന്നും ഇല്ലാത്തൊരു സാധനം കിട്ടിയപ്പോൾ അങ്ങനെ നമ്മൾ വാങ്ങിട്ടോ. അപ്പോൾ അതെല്ലാം കൊണ്ടുവന്ന് ഈ റൂമിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. മാട്രസ് നമ്മൾ ഇപ്പുറത്തെ റൂമിലും വെച്ചു. അതിനുശേഷം ഒരു വലിയൊരു ബ്രേക്ക് വന്നു. കാരണം ഇത് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു സൺഡേ ആയിരുന്നേ. അപ്പോൾ ഡുംഗ്ലൂവിന് അത് കഴിഞ്ഞ് ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു. പിന്നെ ഡാൻസ് ക്ലാസ്സിൽ കൊണ്ടുപോയി ഡാൻസ് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ബാക്കിയുള്ള പരിപാടികൾ നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. അപ്പം അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇത് ഫിറ്റ് ചെയ്യുന്ന സംഭവമാണല്ലോ. അപ്പോൾ ഇത് നമ്മുടെ ഈ ബെഡ് ഫ്രെയിം നമ്മൾ ആക്ച്വലി ഇത് മാർക്കറ്റ് പ്ലേസിൽ നിന്ന് കളക്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഐക്കിയെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പം ഇത് കണ്ടായിരുന്നു കേട്ടോ നമ്മൾ. അപ്പോൾ ഐക്കിയുടെ അതിനകത്ത് വെബ്സൈറ്റിനകത്ത് അവരുടെ എന്താ പറയുക PDF ഫയൽ ഉണ്ടായിരുന്നു. എങ്ങനെയാണിത്, ഏത് സ്ക്രൂ ആണിത്, ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻസ് എല്ലാം നോക്കി, അതാണ് ആ PDF ആണ് ഞാൻ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻസ് എല്ലാം നോക്കിയിട്ടാണ് പിന്നെ ഓരോന്ന് സെറ്റ് ചെയ്തുകൊണ്ട് വരുന്നത്. ഓരോന്ന് നോക്കി അത് അപ്പം സെറ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനൊരു മേക്ക് ഓവർ ആക്ച്വലി വരാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2-3 മാസം മുന്നേ ആക്ച്വലി പറഞ്ഞാൽ എന്താ പറയുക, കഴിഞ്ഞ കൊല്ലം ഡിസംബർ ആ ഒരു ടൈമിലൊക്കെ ആയപ്പോഴാണ് പിള്ളേരിങ്ങനെ വന്ന് പറയുമായിരുന്നു അവർക്കിങ്ങനെ ബെഡ് വേണം എന്നുള്ളൊരു, സെപ്പറേറ്റ് റൂമായിട്ട് വേണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. ഞാൻ അത്ര വലിയ കാര്യമാക്കില്ല, കാരണം അവർ 2 ഒരുമിച്ചാണ് കിടക്കുന്നത്, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ അവരൊരു ആഗ്രഹം പറഞ്ഞപ്പം ആദ്യം അത്ര വലിയ മൈൻഡ് ചെയ്തില്ലെങ്കിലും പിന്നെ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അവരിങ്ങനെ പറഞ്ഞു നമുക്ക് റൂമില്ലേ, റൂം ഉള്ളപ്പോൾ നമുക്കത് മാറ്റിക്കൂടെ എന്നൊരു ചോദ്യം ചോദിച്ചു. അപ്പം പിന്നെ
പിന്നെ അങ്ങനെ തോന്നി, ഇങ്ങനെ കുട്ടികളിങ്ങനെ വലുതായിക്കൊണ്ടിരിക്കില്ല, അവർക്ക് അവരുടേതായിട്ടുള്ളൊരു സ്പേസ് ഒക്കെ കിട്ടാൻ വലിയ ആഗ്രഹമൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മളൊക്കെ വളർന്നപ്പോൾ ഞാനും അനീത്തിയൊക്കെ ഒരുമിച്ച് ഒരേ റൂമിലായിരുന്നു. പക്ഷേ എന്നാലും നമുക്ക് ഒരു സ്പേസ് നമുക്ക് ഓൾറെഡി അവിടെ ഉണ്ട്, ഒരു റൂം അവിടെ ഉണ്ട്. അപ്പോൾ ആ സ്പേസ് നമ്മൾ അങ്ങനെ വെറുതെ കൊണ്ടുപോയിട്ട് കമ്പ്യൂട്ടർ റൂമായിട്ടാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭയങ്കര മെസ്സാണ്. കാരണം ആ ടോയ്സും കാര്യങ്ങളെല്ലാം പതുക്കെ എടുത്ത് കളയേണ്ടി വരും. അപ്പോൾ അങ്ങനെ വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ബൈ ദ എൻഡ് ഓഫ് ദിസ് ഇയർ എന്നാണ് സത്യം പറഞ്ഞാൽ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ വർഷം അവസാനിക്കുന്നതിന് മുന്നേ നമുക്ക് അങ്ങനെ ഒരു സെറ്റപ്പ് ഒക്കെ വെക്കാം. അപ്പോൾ പതുക്കെ ടോയ്സ് എല്ലാം, കാരണം ടോയ്സൊക്കെ കളയാൻ അവർ സമ്മതിക്കുമെന്ന് തന്നെ പേടിയായിരുന്നു. അപ്പോൾ അതൊക്കെ കളഞ്ഞോളം പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ പതുക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വരാം. പതുക്കെ ടോയ്സ് എല്ലാം അവിടുന്ന് ഒഴിവാക്കി കമ്പ്യൂട്ടർ ടേബിളൊക്കെ ഒന്ന് മാറ്റി, കാരണം അത്രയും വലിയ ടേബിൾ അവിടുന്ന് മാറ്റേണ്ടി വരും. അപ്പം അതെല്ലാം മാറ്റി പതുക്കെ ചെയ്യാം എന്നുള്ളൊരു മൈൻഡിൽ പ്ലാൻ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും പെട്ടെന്നാണ് അന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമുക്ക് കമ്പ്യൂട്ടർ ടേബിൾ മാറ്റുകയാണെങ്കിൽ അത് അവിടെ വെക്കാം എന്നുള്ളൊരു മൈൻഡിൽ ഞാൻ പ്ലാൻസ് നടക്കുന്നുണ്ടായിരുന്നു, ഈ വർഷം അവസാനത്തോട് മുന്നേ തീർക്കണം എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ നമ്മുടെ റൂമിലോട്ട് കമ്പ്യൂട്ടർ ടേബിൾ മാറ്റാമെന്ന് വിചാരിച്ചു. പക്ഷേ ആ ടേബിൾ നമുക്ക് ഫിറ്റ് ആവില്ല, കാരണം അത് വലിയ ടേബിളാണ്. അതാകുമ്പോൾ നമുക്ക് കുറേ സ്പേസ് എടുക്കുന്ന പോലെ. അപ്പോൾ ഞാൻ അങ്ങനെ പറയുന്നത്, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കമ്പ്യൂട്ടർ ടേബിൾ മേടിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു കുഞ്ഞ് സ്പേസിൽ നമ്മുടെ റൂമിലോട്ട് കമ്പ്യൂട്ടർ സെറ്റ് ചെയ്യാം. ബെഡ്റൂമായിട്ട് കുട്ടികൾ യൂസ് ചെയ്യുന്നിടത്ത് കമ്പ്യൂട്ടർ വെക്കുന്ന അത്ര വലിയ നല്ലതല്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതിനുള്ള സ്പേസ് ഉണ്ടാവുമോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ റൂമിലെ ബെഡിൻ്റെ പൊസിഷനൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി കോയിൻസിഡൻ്റലി ആണെങ്കിലും ഞാൻ അന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഓൾറെഡി അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. ആ സ്പേസ് ഒക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ജസ്റ്റ് അതിൻ്റെ സ്പേസ് എത്രമാത്രം ഉണ്ടാവും, നമുക്ക് അങ്ങനെ ഒരു പ്ലാൻ നടക്കുമോ എന്നൊക്കെയുള്ളൊരു നമ്മുടെ ചർച്ചയുടെ ഭാഗമായിട്ട് ചെയ്തിരിക്കുന്ന കാര്യമായിരുന്നു. പക്ഷേ ഇങ്ങനൊരു ഇത് ഇപ്പം നടക്കുന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്ലാനും കാര്യങ്ങളൊക്കെ നടന്നു. അത് എനിക്ക് തോന്നുന്നു ഒരു വെനസ്ഡേ തേഴ്സ്ഡേ ആയിട്ടായിരുന്നു ആ സംഭവം നടന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് സൺഡേ ആയി കഴിഞ്ഞപ്പോഴാണ് സനോജ് പറഞ്ഞത്, നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്കിപ്പോൾ തന്നെ ചെയ്തുകൂടാ, എന്തിനാണ് പതുക്കെ ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത്, എന്തായാലും നമുക്ക് ഇറങ്ങിത്തിരിക്കാം, ഫസ്റ്റ് വേണ്ടത് ബെഡാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്, അതൊക്കെ മാറ്റേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ വഴിയും നമുക്ക് നോക്കി ചെയ്യാം എന്ന് പറഞ്ഞാണ് സാധനം ഇത് തുടങ്ങിയത്. സൺഡേ രാവിലെ എഴുന്നേറ്റ വഴിക്ക് തന്നെ സാധനം പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ നമുക്ക് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ അത് ചെയ്തുകൂടെ എന്നിങ്ങനെ ചോദിക്കുന്നു. എന്നോടൊന്ന് ചെക്ക് ചെയ്യാൻ പറയുന്നു. സാധനം പുറത്തു പോയി വരുന്നു, ഞാനൊന്ന് ചെക്ക് ചെയ്ത് അയക്കുക, അത് ഇതൊക്കെ നോക്കി അങ്ങനെ വരുന്നു. ഇങ്ങനെ ഇത്രയും എക്സ്പെൻസ് ആയിട്ട് നമുക്ക് ഇപ്പം എടുക്കണോ, ഇപ്പം അതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്നു. അപ്പോഴാണ് മാർക്കറ്റ് പ്ലേസ് നോക്കുന്നത്. അങ്ങനെ എങ്ങനെയൊക്കെയോ കാര്യങ്ങൾ അങ്ങനെ നടന്നു വന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമ്മൾ മേക്ക് ഓവർ ആക്ച്വലി പ്ലാൻ ചെയ്തിരുന്നു എന്ന് വെച്ചാൽ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ പ്ലാൻ ചെയ്തിരുന്നു എന്ന് വെച്ചാൽ ഇല്ല. ഇപ്പോഴത്തേക്ക് ഒട്ടും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം എൻ്റെ തുണി വിരിച്ചിടാനുള്ള സ്ഥലം പോലും എനിക്കില്ലാത്ത അവസ്ഥയായിരിക്കണം. അപ്പോൾ അതിനെല്ലാം ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് വേണം ഇതൊക്കെ ചെയ്യണമെങ്കിൽ എന്നൊക്കെ വിചാരിച്ചാണ് നിന്നെ. അപ്പോൾ എന്തായാലും അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്തായാലും വാങ്ങി, അങ്ങനെ ബെഡ് വന്നു, അങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ സെറ്റാക്കാമെന്ന് വിചാരിച്ചു. മാട്രസും കൂടി, ബെഡെല്ലാം ഈ സമയം കൊണ്ട് നമ്മളെല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം ഫിക്സ് ചെയ്തു. മാട്രസും കൂടി ഫൈനലി നമുക്ക് ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഫൈൻ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പിള്ളേർ രണ്ടുപേരും താഴെയായിരുന്നു കേട്ടോ. ഇവിടെ വന്ന് ശല്യപ്പെടുത്തിരുന്ന് പറഞ്ഞേക്കായിരുന്നു. അപ്പോൾ അതൊക്കെ വന്നിട്ടുള്ള സച്ചിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഈ റൂം യൂസ് ചെയ്യുന്നതും സച്ചുവാണ് കേട്ടോ. സച്ചുവിനാണ് ഈ റൂം പറഞ്ഞത്. അവർ ഓൾറെഡി അതൊക്കെ മുൻകൂട്ടി അവർ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. മറ്റേ റൂം ഞാൻ എടുക്കും, ഈ റൂം നീ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇത് വെച്ചത്. പിന്നെ ബങ്ക് ബെഡ് ആക്കാനും ഒരു പ്ലാൻ ഉണ്ടായിരുന്നു വെച്ചാൽ ആക്ച്വലി സിംഗിൾ ബെഡായിരുന്നു ആദ്യം ഉദ്ദേശിച്ചത്. അപ്പോഴാണ് സാധനം പറഞ്ഞത് എന്തായാലും നമ്മൾ ബെഡ് മേടിക്കുക. അപ്പോൾ ഒരു ബങ്ക് ബെഡായിട്ട് മേടിക്കുവാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരു നാളൊരു ഗസ്റ്റ് വരുന്ന സമയത്തോ അവരൊരു ദിവസം സ്റ്റേ ചെയ്യുന്ന സമയമാകുമ്പോൾ നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, ഒരു ബെഡ് സ്പേസ് നമുക്ക് അവിടെ ഉണ്ടല്ലോ. ഡുങ്കുളൂന് ഇപ്പുറത്തോട്ട് കിടത്തോ, അപ്പോൾ ആ ബങ്ക് ബെഡിലോട്ട് കിടത്തി അവിടെ ഒരു ഡബിൾ ബെഡിൻ്റെ സ്ഥലം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അങ്ങനെയൊക്കെ ഒരു മനസ്സിൽ പ്ലാൻ വെച്ചിട്ടാണ് നമ്മളിങ്ങനെ ബങ്ക് ബെഡ് ചൂസ് ചെയ്യാനുള്ള കാര്യം കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മളിതാ അടുത്ത ദിവസമായിട്ടുണ്ട്. ഇതിനിടയിൽ നമുക്ക് രാത്രി കിടന്നു ഈ നമ്മുടെ ആ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ രാത്രി 10 മണിയിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം ഫുഡ് കഴിച്ചു. സാധനങ്ങളൊന്നും ഒതുക്കാനുള്ള സമയമില്ല, സാധനങ്ങൾ ഒതുക്കാനുള്ള സ്ഥലവും ഇല്ല എന്ന് പറയുന്ന അവസ്ഥയായിരുന്നു. അപ്പോൾ നമ്മൾ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ബെഡിലും ഡുങ്കുടിൻ്റെ ബെഡിലും ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം നമ്മൾ ഈ ബെഡിൽ കൊണ്ടുപോയി ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം ബെഡ്ഷീറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് സച്ചുവിനെ അന്ന് യൂസ് ചെയ്യാൻ നമ്മൾ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദാ ഇത് കണ്ടില്ലേ, ഇപ്പോൾ ആ റൂമിലേക്ക് നമ്മുടെ ബെഡിൽ നിന്ന് എല്ലാ സാധനവും അപ്പുറത്തെ ബെഡിലോട്ട് മാറ്റി എന്നുണ്ടെങ്കിലും ഈ സ്പേസ് നമ്മൾ ഇങ്ങനെ ആകെ മൊത്തം മലങ്കോലമായിട്ടും അവിടെ ഇവിടെയൊക്കെ കമ്പ്യൂട്ടർ ടേബിളിൻ്റെ മുകളിലേക്ക് ഇതൊക്കെ എടുത്ത് വെച്ച് ആകെ മൊത്തം മലങ്കോലമായിട്ടായിരുന്നു നമ്മുടെ വീടുണ്ടായിരുന്നത്. ഇനിയും ഓരോന്ന് മാറ്റം തല പുകയുന്ന ദിവസമായിരുന്നു. അപ്പോഴാണ് അന്ന് നമ്മൾ രാവിലെ ഇങ്ങനെ കമ്പ്യൂട്ടർ ടേബിളിൻ്റെ കാര്യം ഇങ്ങനെ ചിന്തിച്ച് മെഷർമെൻറ്റും കാര്യങ്ങളും എടുത്തോട് നോക്കുമ്പോൾ വീണ്ടും മാർക്കറ്റ് പ്ലേസിൽ ഒന്ന് കയറി ഇറങ്ങിയപ്പോഴാണ് നമുക്ക് ഒരു കമ്പ്യൂട്ടർ ടേബിൾ കിട്ടി. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും അങ്ങനെ ഒരു കുഞ്ഞൊരു മേക്ക് ഓവറും കൂടി നമ്മൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് ഷെയർ ആയിട്ടോ. എല്ലാം കൂടി ആകുമ്പോൾ ഭയങ്കരമായിട്ട് കൂടിപ്പോവും, ലെങ്തായിപ്പോൾ. അപ്പോൾ അതിനുശേഷം നമ്മൾ നേരെ വന്നിരിക്കുന്നത് ഐക്കിയയിലാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഐക്കിയയുടെ ബെഡ് ഫ്രെയിം ആയിരുന്നു അത്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് സൈസുള്ള മാട്രസും എല്ലാം അവിടുത്തെ കറക്റ്റ് സൈസിലെ ബെഡ്ഷീറ്റും കാര്യങ്ങളെല്ലാം നമുക്ക് കൃത്യമായിട്ട് കിട്ടും. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ വീട്ടിലെ ഒരുവിധം എല്ലാ ബെഡ്ഷീറ്റ്സും കാര്യങ്ങളെല്ലാം ഐക്കിയിൽ തന്നെയാണ് മേടിച്ചത്. അപ്പോൾ ഏകദേശം ഉണ്ടല്ലോ നമുക്ക് സൈസ് ഇപ്പോൾ ഫെമിലിയറാണ്, ഏതൊക്കെ സൈസാണെന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐക്കിയായിരുന്നു നമുക്ക് ഇച്ചിരി കംഫർട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നേരെ ഐക്കിയ വന്നു നമ്മുടെ ഷോപ്പിങ്ങിൻ്റെ പരിപാടികൾ തുടങ്ങി. മെയിനായിട്ടുള്ള ഇതാണ് നമ്മുടെ ബെഡ്ഷീറ്റും ഡുവറ്റ് വേണം, ഡുവറ്റ് കവറ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കണേ. ഡുവറ്റ് കവർ സെറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ നമ്മൾ
എടുത്തുകൊണ്ടിരുന്നത്. ഇവിടെ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി. ഇത് നമ്മൾ എടുക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ തലേന്ന് രാത്രി തന്നെ നമുക്ക് എന്തൊക്കെയാണോ വേണ്ടത് അത് ഞാൻ ആപ്പിനകത്ത് ഇങ്ങനെ വിഷ് ലിസ്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ആ വിഷ് ലിസ്റ്റ് നോക്കിയിട്ട് ഇന്ന സാധനം വേണം, അപ്പോൾ ഇന്ന സാധനം എടുത്തോ, അങ്ങനെയുള്ള നമുക്ക് ഒന്ന് മറക്കാണ്ട് വാങ്ങാനും ഒരു എളുപ്പമാണ്. പിന്നെ ഞാൻ ഓൾറെഡി ഇത് വിഷ് ലിസ്റ്റ് ഇട്ടുകൊണ്ട് നമുക്ക് അതിന് നമ്പർ ഉണ്ടല്ലോ, അതിൻ്റെ നമ്പർ, ആ പ്രൊഡക്റ്റിൻ്റെ നമ്പറൊക്കെ ഉണ്ടല്ലോ, ആ നമ്പർ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ തെറ്റാണ്ട് എടുക്കാമല്ലോ എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഫസ്റ്റ് എടുത്ത ഡുവറ്റ് കവർ ഉണ്ടല്ലോ അത് തെറ്റിപ്പോയി. ഞാൻ 2 ഡുവറ്റ് കവർ ഭാഗ്യത്തിന് എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഒരെണ്ണം നമുക്ക് കഴുകി മാറ്റി എടുക്കണമല്ലോ, താഴെ ഒരു ബെഡിൽ മാത്രം ഇട്ടാൽ മതി എന്നാണ് വിചാരിച്ച്. മറ്റേ നമുക്ക് കഴുകി എടുക്കാനായിട്ട് ഒരെണ്ണം എക്സ്ട്രാ വേണമല്ലോ എന്ന് വിചാരിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരെണ്ണത്തിൻ്റെ എടുത്ത് നമ്മൾ വിചാരിച്ച സാധനം ശരിയാണ്, പക്ഷേ മിക്സ് ചെയ്ത് അവിടെ വെച്ചതുകൊണ്ട് തന്നെ നമ്മൾ എടുത്തപ്പോൾ എന്താ പറയുക സൈസ് മാറിപ്പോയി. പിന്നെ അത് റിട്ടേൺ ചെയ്യാൻ നിന്നില്ല. നോക്കിയപ്പോൾ ഡുങ്കുടുവിൻ്റെ റൂമിൻ്റെ ആ ബെഡ്ഷീറ്റിൻ്റെ ആ സൈസായിരുന്നു, ആ ഡുവറ്റ് സൈസായിരുന്നു. അപ്പോൾ പിന്നെ വിചാരിച്ചു റിട്ടേൺ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, സാധനം നമുക്ക് ഡുങ്കുടുവിന് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാമല്ലോ, മാറ്റുന്ന സമയത്ത് യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് പിന്നെ കൊടുക്കാൻ നിന്നില്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ സച്ചിന് റൂം അവിടെ സെറ്റ് ആക്കുന്നതിനോടൊപ്പം തന്നെ അവിടെ കണ്ണാടിയും കൂടിയും വെക്കാം. അങ്ങനെ ഒരു മേക്കപ്പ് സെറ്റും അവൾക്ക് അവിടെ തന്നെ അവൾക്കെല്ലാം ഒരുവിധം ചെയ്യാൻ പറ്റുന്ന, തുണിയൊന്നും വെക്കാൻ പറ്റില്ല, ബാക്കിയെല്ലാം ഒന്ന് സെറ്റ് ആവുന്ന രീതിയിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മളൊരു കണ്ണാടിയും കൂടി നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കണ്ണാടി നോക്കിയപ്പോൾ ഇത്തിരി ലെങ്ത് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തെന്ന് വെച്ചാൽ ഈ കണ്ണാടി വാങ്ങിയിട്ട് നേരത്തെ കാണിച്ചില്ല അവിടെ സാമ്പിളായിട്ട് വെച്ചിട്ടുള്ള ആ കണ്ണാടിയാണ് നമ്മൾ മേടിച്ച്, ഇത്തിരി വലുത്. പക്ഷേ അവിടെ തന്നെ വെച്ച് ഞാൻ സച്ചിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡുങ്കുടുവിൻ്റെ റൂമിലെ കണ്ണാടി ഒരു ഇച്ചിരി ചെറുതായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞത് ആ ചെറുത് നിൻ്റെയിലേക്ക് വെച്ചിട്ട് ഇത് നമുക്ക് ചേച്ചി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് അവളെ കൊണ്ട് സമീപിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഫൈനലി എല്ലാ സാധനങ്ങളും നമ്മൾ വാങ്ങി ഇതാ വീട്ടിൽ കാറിൽ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ വേറൊരു കാര്യമുള്ളത് ഫുഡ്, ഐക്യയുടെ റെസ്റ്റോറൻറ്റിൽ നിന്നല്ല നമ്മൾ മേടിക്കുന്നത്, ഐക്യയുടെ പുറത്ത് തന്നെ ഒരു കൗണ്ടർ ഉണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ മീറ്റ് ബോൾസും കാര്യങ്ങളും കിട്ടും. പിള്ളേർക്ക് മീറ്റ് ബോൾസ് കഴിക്കാനാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവിടെ മീറ്റ് ബോൾസിൻ്റെ സെയിൽ അവർ നിർത്തിയെന്നാണ് തോന്നുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ മീറ്റ് ബോൾസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. റെസ്റ്റോറൻറ്റിൽ കാണുമായിരിക്കും, പക്ഷേ അവിടെ ഇല്ല. പക്ഷേ ഫുഡൊക്കെ വന്നപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് മറന്നിട്ടുണ്ടായിരുന്നു. അത് കാരണം ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ലാസ്റ്റ് എല്ലാം കഴിച്ച് കഴിഞ്ഞ് ലാസ്റ്റ് ഉണ്ടായിരുന്ന ടേള് മാത്രമാണ് എനിക്ക് കാണിക്കാൻ പറ്റുക. അങ്ങനെ ആ പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മളിതാ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലെത്തിക്കഴിഞ്ഞ് പിന്നെ അടുത്തതാ ക്ലീനിങ് പരിപാടികളും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഈ ബെഡ് ഇവിടെ സെറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നുള്ള സാധനങ്ങളൊക്കെ മാറ്റണമല്ലോ. അങ്ങനെ അവിടുത്തെ സാധനങ്ങളൊക്കെ ഞാൻ അപ്പുറത്തോട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ അതാ ഒരു ഫോട്ടോ അവിടെയായിരുന്നു, നമ്മുടെ നേരത്തെ ഞാൻ കാണിച്ചിരുന്നില്ല ഒരു പിക്ചർ, അത് അവിടെയായിരുന്നു. അപ്പോൾ ആ ആണി ഊരാം എന്നാണ് ആക്ച്വലി വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ വിചാരിച്ച ഒരു കുഞ്ഞ് ഫോട്ടോ വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ, കാരണം വലുത് വരുമ്പോൾ തട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുഞ്ഞിത് വെക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ അവർ രണ്ടുപേരും കൂടിയിട്ടുള്ള ഇത് വെച്ചു. അതിനുശേഷം എന്താ ഓരോന്നോരോന്ന് നമ്മൾ സെറ്റ് ചെയ്ത് തുടങ്ങുകയാണ്. ആദ്യം തന്നെ മാട്രസിൻ്റെ പ്രൊട്ടക്റ്റീവ് കവറാണ് കേട്ടോ. മാട്രസ് പ്രൊട്ടക്റ്റീവ് കവർ അങ്ങനെ എന്തോടെ പറയുന്നത്, ഒരു പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടി മാട്രസിന് എക്സ്ട്രാ സംഭവങ്ങളൊക്കെ വെക്കുകയാണെങ്കിൽ ഇച്ചിരി ഇത് കിട്ടുമല്ലോ. അപ്പോൾ അതെല്ലാം വെച്ചു. അതിനുശേഷം ഒരു ഫിറ്റഡ് ഷീറ്റ്, ഒരു ബെഡ്ഷീറ്റ് പോലെ തന്നെ ബെഡ്ഷീറ്റ് അങ്ങനെ വിരിച്ചിട്ടുണ്ട്. ഇത് അവളുടെ ഈ ബെഡിൻ്റെ സൈസിന് ഈ ഒരു സാധനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ 2 എണ്ണമാണ് നമ്മൾ 2 സ്ഥലത്തോട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പിന്നെ പില്ലോ മേടിച്ചിട്ടുണ്ടായിരുന്നു. പില്ലോയ്ക്ക് വേണ്ടിയിട്ട് പില്ലോയുടെ പ്രൊട്ടക്ടറും മേടിച്ചിട്ടുണ്ട്. അതും നമുക്ക് പില്ലോ പ്രൊട്ടക്ടറൊക്കെ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഡ്യൂറേഷൻ നമ്മുടെ പില്ലോയ്ക്ക് കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ എന്താ പറയുക പില്ലോ പ്രൊട്ടക്ടറൊക്കെ ഇട്ട് അതെല്ലാം ചെയ്തതിന് ശേഷം പില്ലോ കേസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഒരെണ്ണത്തിൽ ഡുവറ്റിൻ്റെ നമ്മൾ ഇതായിരുന്നു ഡുവറ്റും എന്താ പറയുക പില്ലോ കേസും ഒരുമിച്ചുള്ളതായിരുന്നു. പക്ഷെ നമ്മൾ ഒരെണ്ണത്ത് മാത്രമാണല്ലോ ഡുവറ്റ് ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുകളിൽ അവൾ യൂസ് ചെയ്യാമെന്ന് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ താഴത്തേന് പിന്നെ നമുക്കങ്ങനെ ഡുവറ്റ് കവറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു എക്സ്ട്രാ പില്ലോ കേസായിട്ടാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ആ പില്ലോ കേസും അതുപോലെ തന്നെ കുഷനും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഷനും കേസൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി അവിടെ നിന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ താഴത്തെ പരിപാടികൾ കഴിഞ്ഞു. അതിപ്പോൾ അതുപോലെ തന്നെ സെയിം സാധനങ്ങൾ തന്നെ നമ്മൾ മുകളിലും ഇനി സെറ്റ് ചെയ്യണം. മുകളിൽ ഭയങ്കര പണി തന്നെയാണ് കേട്ടോ. മുകളിൽ പോയി ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിടുന്ന കാര്യം ഇപ്പോൾ തന്നെ ഭയങ്കര പ്രാന്ത് പിടിക്കും നമുക്ക്. കാരണം അന്ന് വെച്ചപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ എല്ലാ ദിവസവും മുകളിലായതുകൊണ്ട് എനിക്ക് സച്ചിനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാൻ ഒരു ഇച്ചിരി പേടിയാണ്, തലമുത്തി താഴെ വീഴുന്നു. അപ്പോൾ അത് കാരണം ഡെയിലി ഇത് കയറിപ്പോയി ഇതെല്ലാം ഒന്ന് വിരിച്ചിടുക എന്ന് പറയുന്നത് വല്ലാത്തൊരു പണി തന്നെയാണ്. എന്നാലും പിന്നെ കുഴപ്പമില്ലെന്ന് വയ്ക്കാം. അടുത്ത നമ്മുടെ ഡുവറ്റാണ്. ഡുവറ്റും നമുക്ക് ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. ഡുവറ്റ് എടുത്തപ്പോൾ തന്നെ എനിക്ക് എന്തൊക്കെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എനിക്ക് ആ നേരം തോന്നിയായിരുന്നു. പിന്നെ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് ഡുവറ്റ് കവർ ഞാൻ പറഞ്ഞല്ലോ ആദ്യം നമ്മൾ എടുത്ത ഡുവറ്റ് കവർ മനസ്സിലായി അത് പാകാവില്ലെന്ന് മനസ്സിലായി. പിന്നെ അത് മാറ്റിയിട്ടോ. അത് പിന്നെ എന്തായാലും എല്ലാ റൂമിലും ബെഡ്ഷീറ്റൊക്കെ മാറ്റണം എന്നുള്ളത് മനസ്സിലായി. കാരണം എല്ലായിടത്തും മൊത്തം മെസ്സായിരുന്നല്ലോ. അപ്പോൾ ഒന്ന് ഒതുക്കിയിട്ട് അവിടെ മാറ്റാണ്ട്. അപ്പോൾ ഞാനത് പിന്നെ അവൾക്ക് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് മാറ്റി. പിന്നെ എക്സ്ട്രാ വാങ്ങിച്ച ഒരെണ്ണമാണ് ഇതുണ്ടായിരുന്നത്. അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഡുവറ്റ് അങ്ങോട്ട് അതുമിലേക്ക് ഇരിക്കുന്നില്ല സാധനം. പിന്നെ കുഴപ്പമില്ലായിരിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും രാത്രി ആയി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ അതെന്താണെന്ന് സംഭവം എന്ന് വെച്ചാൽ ഇതിന് ടോഗൊക്കെ ഉണ്ട്. അതൊന്നും എനിക്കറിയുന്നുണ്ടായിരുന്നില്ല, ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് ഫോട്ടോഗിൻ്റെ ഡുവറ്റായിരുന്നു. ഫോട്ടോഗിൻ്റെ ആകുമ്പോൾ ഭയങ്കര നമ്മൾ ഈ സമ്മറിലൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പാണ്. അപ്പോൾ ഇത് ഒട്ടും കട്ടിയില്ലാത്തതുകൊണ്ട് കിടന്നുറങ്ങുമ്പോൾ അവൾ ഡുവറ്റ് ഇങ്ങനെ വലിക്കുന്ന സമയത്ത് തന്നെ ഡുവറ്റിൻ്റെ ഈ കവർ മാത്രമേ വരുന്നുള്ളൂ, ബാക്കിയല്ല ഉള്ളിൽ ഇങ്ങനെ ബോൾ പോലെ പോയി അറ്റത്ത് പോയിരിക്കുന്ന അവസ്ഥയായിരുന്നു. അപ്പോൾ അത് കാരണം പിന്നീട് നമ്മളത് 2 ദിവസം യൂസ് ചെയ്യേണ്ടി വന്നു. അതിനുശേഷം നമ്മളത് മാറ്റിയിട്ടോ. 12 ടോഗിൻ്റെ ഒരെണ്ണം മേടിച്ച് ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. അത് ഞാൻ പിന്നെ അങ്ങനെ വീഡിയോ
കൊടുത്തിട്ടില്ല. അപ്പം ഇത് നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റില്ല. നമ്മൾ 2 ദിവസം എന്തായാലും യൂസ് ചെയ്തതുകൊണ്ട് അങ്ങനെ റിട്ടേൺ ചെയ്യാനും പറ്റില്ല. അപ്പം ഞാൻ വിചാരിച്ചു എപ്പോഴെങ്കിലും സമ്മറിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചത് പിന്നീട് മാറ്റമാണ് ചെയ്തത്. അങ്ങനെ ഫൈനലി നമ്മുടെ ബെഡും കാര്യങ്ങളെല്ലാം ഒരുവിധം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു സ്പേസ് ഉണ്ടല്ലോ, അവിടെ തൊട്ട് വലിയ കുറേ സ്പേസ് ഒന്നുമില്ല, ചെറിയൊരു ബെഡ്റൂമാണ് ഫസ്റ്റ് ഓഫ് ഓൾ കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇതുപോലൊരു ഹുക്ക് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അയക്ക് തന്നെ. അപ്പോൾ അതും അങ്ങ് വാങ്ങി വെച്ചു. അപ്പോൾ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ അവിടെ അവൾക്ക് ഹുക്ക് ചെയ്ത് വെക്കാമല്ലോ, ഇല്ലെങ്കിൽ ഇനി അതിൻ്റെ പേരിൽ ഒരു അടിയാവേണ്ട രണ്ടുപേരും എന്ന് വിചാരിച്ചിട്ട് അതും നമ്മളങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ടേബിൾ നമ്മുടെ സ്റ്റഡി ടേബിളായിട്ട് കമ്പ്യൂട്ടർ ടേബിളായിട്ട് യൂസ് ചെയ്തിരുന്ന സംഭവം നമ്മൾ ഈ റൂമിൽ ഇവിടെ സ്പേസ് ഭയങ്കര കുറവാണ് കേട്ടോ, പക്ഷേ ഉള്ളത് നമുക്ക് എവിടെയെങ്കിലൊക്കെ വെക്കണ്ടേ സാധനങ്ങൾ എന്ന് പറഞ്ഞ അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ അവിടെ വെച്ചു. ഈ ടേബിൾ ലാമ്പ് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നതാണ്, പിള്ളേരുടെ റൂമിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ടേബിൾ ലാമ്പാണ് കേട്ടോ, ഔളിൻ്റെ. അപ്പോൾ ഡുങ്കുടൂന് ടേബിൾ ലാമ്പ് അതിൻ്റെ പേരിൽ ദിവസവും നൈറ്റ് അടിയാവാറുണ്ട്, എനിക്ക് ലാമ്പ് വേണ്ട, അവൾക്ക് ലാമ്പ് വേണം, അങ്ങനെയുള്ളതിൽ. അപ്പോൾ പിന്നെ അവൾക്ക് ഡുങ്കുടൂന് ലാമ്പ് വേണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ആ ലാമ്പ് എടുത്ത് ഞാൻ ഇപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ചു. അതും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും കൂടി ആയപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷം. പക്ഷേ ഈ ടേബിൾ ഇതൊരു ബേസിക് ആയിട്ടുള്ള സംഭവം മാത്രമാണ് ഞാൻ എടുത്തു വെച്ചു. ഒരു കസേരയും കൂടി അവിടെ എടുത്ത് വെച്ചപ്പോഴേക്കും അവൾക്കൊരു സ്പേസായി, കണ്ണാടിയായി ഞാൻ പറഞ്ഞു ഡുങ്കുടൂൻ്റെ. അതിനുശേഷം ഞാനിവിടെ കുറച്ചും കൂടി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ വീഡിയോ അന്നല്ല എടുത്തത്. ഇതെല്ലാം കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞ് ഇങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് നമ്മൾ വീട് ക്ലീനിങ്ങിൻ്റെ ഒരറ്റത്തൊന്നും തുടങ്ങിയില്ല, ഇനിയിപ്പോൾ മൊത്തം ക്ലീൻ ആക്കണമല്ലോ, ആ ഒരു രീതിയിലേക്ക്. കാരണം മറ്റേ 2 റൂം ഭയങ്കര മെസ്സല്ലേ, അതെല്ലാം ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇവിടേക്ക് അവളുടെ ക്രീമും കാര്യങ്ങളെല്ലാം ഇവിടെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്താണ് നമ്മൾ ബുക്സും കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഫുൾ മെസ്സായിട്ടിരിക്കുന്നത്. ആ ബുക്സും കാര്യങ്ങളെല്ലാം അവിടെ പിന്നീട് വേറൊരു ദിവസം അടുത്ത ദിവസമാണ് നമ്മളത് ഒതുക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതൊന്ന് സെറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് നമ്മൾ കാലിയാക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ കമ്പ്യൂട്ടർ ടേബിൾ നമുക്ക് വെക്കണം. അതിൻ്റെ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം, ആ ഒരു മേക്ക് ഓവറായിട്ട്. അപ്പോൾ ഫൈനൽ ട്രാൻസ്ഫോർമേഷൻ ഇങ്ങനെയാണ് കേട്ടോ. ആദ്യം ഇങ്ങനെ ഇരുന്ന സാധനം ഇപ്പോൾ ഫൈനലി ഇങ്ങനെയായി മാറിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലേക്ക് നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു മേക്ക് ഓവറായിട്ട് കാണുന്നവരേക്കും ബൈ.